പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലെ ഇന്ത്യയുടെ ഗതാഗതം എന്ന ടോപ്പിക്കിൽ നിന്നും ഇന്ത്യൻ റെയിൽവേ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ച് പഠിക്കാനുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇപ്പൊ തന്നെ പഠിക്കാം. ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനവും ഇന്ത്യൻ റെയിൽവേയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ലോക രാജ്യങ്ങൾക്കിടയിൽ റെയിൽവേ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് ഉള്ളത്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് റെയിൽവേ ശൃംഖലയിൽ 4ാം സ്ഥാനമാണ് ഉള്ളത്. 1ാം സ്ഥാനം അമേരിക്കയാണ്, 2 ചൈന, 3 റഷ്യ, 4 ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ സർവീസ് നടന്നത് 1853 ഏപ്രിൽ 16-നാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ സർവീസ് നടന്നത് 1853 ഏപ്രിൽ 16-നാണ്. അത് ബോംബെ മുതൽ താനെ വരെ ആയിരുന്നു. ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത് ബോംബെ മുതൽ താനെ വരെ. ഇത് 1853 ഏപ്രിൽ 16-നായിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യമാണ് രാഷ്ട്രത്തിന്റെ ജീവരേഖ. ഒന്നും കൂടി പറയാം. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനവും ഇന്ത്യൻ റെയിൽവേയാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ റെയിൽവേ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രെയിൻ സർവീസ് നടന്നത് 1853 ഏപ്രിൽ 16-നാണ്. അത് ബോംബെ മുതൽ താനെ വരെ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആണ് ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ജീവരേഖ, ലൈഫ് ലൈൻ ടു ദി നേഷൻ എന്നാണ്. അടുത്തത്, ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല പേര് ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നായിരുന്നു. ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല പേര് ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നായിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ്. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ചാണക്യപുരി. ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ഭാഗ്യചിഹ്നമുണ്ട്. അത് ഭോലു എന്ന ആനക്കുട്ടിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമാണ് ഭോലു എന്ന ആനക്കുട്ടി. അടുത്തത്, ഇന്ത്യയിൽ റെയിൽവേ ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ. അത് സിക്കിം ആണ്. ഇന്ത്യയിൽ റെയിൽവേ ഇല്ലാത്ത സംസ്ഥാനമാണ് സിക്കിം. ഒരിക്കൽ കൂടി, ഇന്ത്യൻ റെയിൽവേയുടെ പഴയ പേരാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ്. എന്നാൽ ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിൽ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമാണ് ഭോലു എന്ന ആനക്കുട്ടി. ഇന്ത്യയിൽ റെയിൽവേ ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് സിക്കിം. അടുത്തത്, പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളാണ്. ഇന്ത്യൻ റെയിൽവേ ആക്ട് നിലവിൽ വന്നത് 1890-ലാണ്.
ഇന്ത്യൻ റെയിൽവേ ആക്ട് നിലവിൽ വന്നത് 1890-ലാണ്. ഇന്ത്യൻ റെയിൽവേ ബോർഡ് നിലവിൽ വന്നത് 1905. ഇന്ത്യൻ റെയിൽവേ ബോർഡ് നിലവിൽ വന്നത് 1905-ലാണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951-ലാണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951-ലാണ്. അടുത്തത്, ഇന്ത്യൻ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ സമ്പ്രദായം ആരംഭിച്ചത് 1986-ലാണ്. ഇന്ത്യൻ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ ആരംഭിച്ചത് 1986-ലാണ്. ഇന്ത്യൻ റെയിൽവേ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ചത് 2002-ലാണ്. ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ചത് 2002-ൽ. ഒരിക്കൽ കൂടി, ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സായത് 1890-ൽ. ഇന്ത്യൻ റെയിൽവേ ബോർഡ് നിലവിൽ വന്നത് 1905-ലാണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951-ലാണ്. ഇന്ത്യൻ റെയിൽവേയിൽ കമ്പ്യൂട്ടർ റിസർവേഷൻ സമ്പ്രദായം നിലവിൽ വന്നത് 1986-ലാണ്. ഇന്ത്യൻ റെയിൽവേ ഇന്റർനെറ്റ് റിസർവേഷൻ ആരംഭിച്ചത് 2002-ലാണ്. റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഗേജ്. റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന പദം ഗേജ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റെയിൽവേ പാത ബ്രോഡ് ഗേജിൽ ഉള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള റെയിൽവേ പാത ബ്രോഡ് ഗേജിൽ ഉള്ളതാണ്. ബ്രോഡ് ഗേജ് പാതയുടെ വീതി 1.67 മീറ്റർ ആണ്. ബ്രോഡ് ഗേജ് പാതയുടെ വീതി 1.67 മീറ്റർ. മീറ്റർ ഗേജ് പാതയുടെ വീതി 1 മീറ്റർ ആണ്. മീറ്റർ ഗേജ് പാതയുടെ വീതി 1 മീറ്റർ. നാരോ ഗേജ് പാതയുടെ വീതി 0.762 മീറ്റർ ആണ്. നാരോ ഗേജ് പാതയുടെ വീതി 0.762 മീറ്റർ. റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന പദം ഗേജ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റെയിൽവേ പാത ബ്രോഡ് ഗേജിലുള്ളതാണ്. ബ്രോഡ് ഗേജ് പാതയുടെ വീതി 1.67 മീറ്റർ. മീറ്റർ ഗേജ് പാതയുടെ വീതി 1 മീറ്റർ ആണ്. നാരോ ഗേജ് പാതയുടെ വീതി 0.762 മീറ്റർ. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ട്രെയിനുകളെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി ടു വാരണാസി. ഡൽഹിയെയും വാരണാസിയെയുമാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ്, ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. ഇത് ബന്ധിപ്പിക്കുന്നത് കന്യാകുമാരിയെയും ആസാമിലെ ദിബ്രുഗഡിനെയും ആണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ആണ് കന്യാകുമാരി ടു ദിബ്രുഗഡ്. ഇത് വിവേക് എക്സ്പ്രസ്. ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ട്രെയിനാണ് മഹാരാജ എക്സ്പ്രസ്. ലോകത്തിലെ മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ട്രെയിനാണ് മഹാരാജ എക്സ്പ്രസ്. മുംബൈ ടു ഡൽഹിയാണിത് സർവീസ് നടത്തുന്നത്. അടുത്തത്, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് യാത്ര ചെയ്യാൻ റെയിൽവേ ഒരുക്കിയ സംവിധാനം ആണ് ദ പ്രസിഡൻഷ്യൽ സലൂൺ. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയ സംവിധാനം ദ പ്രസിഡൻഷ്യൽ സലൂൺ. ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി, വാരണാസി. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് നടത്തുന്നത് വിവേക് എക്സ്പ്രസ് ആണ്. കന്യാകുമാരിയെയും ആസാമിലെ ദിബ്രുഗഡിനെയുമാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ട്രെയിൻ ആണ് മഹാരാജ എക്സ്പ്രസ്. ഇത് മുംബൈ ടു ഡൽഹിയാണ് സർവീസ് നടത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് യാത്ര ചെയ്യാൻ റെയിൽവേ ഒരുക്കിയ സംവിധാനം ആണ് ദ പ്രസിഡൻഷ്യൽ സലൂൺ. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ട്രെയിനാണ് നവയുഗ എക്സ്പ്രസ്.
ഇത് കർണാടകയിലെ മംഗലാപുരത്തിനെയും ജമ്മു കാശ്മീരിലെ ജമ്മു താവിയെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ സർവീസ് മംഗലാപുരം ടു ജമ്മു താവി നവയുഗ് എക്സ്പ്രസ്. 14 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിനാണ് ഡെക്കാൻ ക്യൂൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്യൂൽ. അടുത്തത് വൈഫൈ സംവിധാനം ആദ്യം ആരംഭിച്ച ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. 1969 മുതലാണ് രാജധാനി എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത്. ഇന്ത്യയിൽ വൈഫൈ സംവിധാനം ആദ്യം ആരംഭിക്കുന്നത് രാജധാനി എക്സ്പ്രസിലാണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് റെഡ് റിബൺ എക്സ്പ്രസ്. ഇന്ത്യയിൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് റെഡ് റിബൺ എക്സ്പ്രസ്. ഇത് 2007 ഡിസംബർ 1 സർവീസ് ആരംഭിച്ചത്. ഡിസംബർ 1 നമുക്കറിയാം ലോക എയ്ഡ്സ് ദിനമാണ്. അടുത്തത് ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് ലൈഫ് ലൈൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ജീവൻ രേഖ എക്സ്പ്രസ്. ഇത് 1991 സർവീസ് ആരംഭിച്ചത്. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം ലഭിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് ലൈഫ് ലൈൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ജീവൻ രേഖ എക്സ്പ്രസ്. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ് ആണ് ദ ഗോൾഡൻ ചാരിയറ്റ്. സ്വർണരഥം എന്നറിയപ്പെടുന്ന ദ ഗോൾഡൻ ചാരിയറ്റ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ്. ഇത് കർണാടക ഗവൺമെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. കർണാടകയെയും ഗോവയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ആണ് തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ്. ഇത് സർവീസ് നടത്തുന്നത് ഡൽഹി ടു ലക്നൗ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ആണ് തേജസ് എക്സ്പ്രസ്. ഇത് സർവീസ് നടത്തുന്നത് ഡൽഹി ടു ലക്നൗ. ഒരിക്കൽ കൂടി, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ട്രെയിനാണ് നവയുഗ് എക്സ്പ്രസ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മംഗലാപുരം, ജമ്മു താവി. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിനാണ് ഡെക്കാൻ ക്യൂൽ. ഇന്ത്യയിൽ വൈഫൈ സംവിധാനം ആദ്യം ആരംഭിച്ച ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. എയ്ഡ്സ് ബോധവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് റെഡ് റിബൺ എക്സ്പ്രസ്. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് ലൈഫ് ലൈൻ എക്സ്പ്രസ് അഥവാ ജീവൻ രേഖ എക്സ്പ്രസ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ് ആണ് ദ ഗോൾഡൻ ചാരിയറ്റ് അല്ലെങ്കിൽ സ്വർണരഥം. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ആണ് തേജസ് എക്സ്പ്രസ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡൽഹി, ലക്നൗ. അടുത്തത് നെഹ്റുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് ശതാബ്ദി എക്സ്പ്രസ്. നെഹ്റുവിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ശതാബ്ദി എക്സ്പ്രസ്. ടാഗോറിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച എക്സിബിഷൻ ട്രെയിൻ സർവീസ് ആണ് സംസ്കൃതി എക്സ്പ്രസ്. ടാഗോറിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് സംസ്കൃതി എക്സ്പ്രസ്. മദർ തെരേസയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? മദർ എക്സ്പ്രസ്. മദർ തെരേസയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് മദർ എക്സ്പ്രസ്. അടുത്തത് സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ്. സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് വിവേക് എക്സ്പ്രസ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയോടുള്ള ആദര സൂചകമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് മഹാമാന എക്സ്പ്രസ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ ആദര സൂചകമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ട്രെയിൻ സർവീസ് മഹാമാന എക്സ്പ്രസ്. ഒരിക്കൽ കൂടി, നെഹ്റുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ശതാബ്ദി എക്സ്പ്രസ്. ടാഗോറിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് സംസ്കൃതി എക്സ്പ്രസ്. മദർ തെരേസയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് മദർ എക്സ്പ്രസ്. സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ്
വിവേക് എക്സ്പ്രസ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയോടുള്ള ആദരസൂചകമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് മഹാമാന എക്സ്പ്രസ്. അടുത്തത് സംസ്ഥാന തലസ്ഥാനങ്ങളെയും അതാത് സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് രാജ്യറാണി എക്സ്പ്രസ്. സംസ്ഥാന തലസ്ഥാനങ്ങളെയും അതാത് സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ രാജ്യറാണി എക്സ്പ്രസ്. ശ്രീരാമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് രാമായണ എക്സ്പ്രസ്. ശ്രീരാമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ രാമായണ എക്സ്പ്രസ്. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ് ബുദ്ധ പരിക്രമ. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ ബുദ്ധ പരിക്രമ. ഇതിന്റെ പഴയ പേരാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ. ബുദ്ധ പരിക്രമയുടെ പഴയ പേര് ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഹെറിറ്റേജ് ഓൺ വീൽസ്. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിൻ ഹെറിറ്റേജ് ഓൺ വീൽസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഇത് സർവീസ് നടത്തുന്നത് മേട്ടുപ്പാളയം ടു ഊട്ടി. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ നീലഗിരി മൗണ്ടൻ റെയിൽവേ സർവീസ് നടത്തുന്നത് മേട്ടുപ്പാളയം ടു ഊട്ടി. ഒരിക്കൽ കൂടി, സംസ്ഥാന തലസ്ഥാനങ്ങളും അതാത് സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ രാജ്യറാണി എക്സ്പ്രസ്. ശ്രീരാമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് രാമായണ എക്സ്പ്രസ്. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ ബുദ്ധ പരിക്രമ. ഇതിന്റെ പഴയ പേരാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ദ ഹെറിറ്റേജ് ഓൺ വീൽസ്. ഹെറിറ്റേജ് ഓൺ വീൽസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഇത് സർവീസ് നടത്തുന്നത് മേട്ടുപ്പാളയം ടു ഊട്ടി. രാജസ്ഥാനിലൂടെ സർവീസ് നടത്തുന്ന ആഡംബര ടൂറിസ്റ്റ് ട്രെയിൻ ആണ് പാലസ് ഓൺ വീൽസ്. രാജസ്ഥാനിലൂടെ സർവീസ് നടത്തുന്ന ആഡംബര ടൂറിസ്റ്റ് ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ് സംഝോത എക്സ്പ്രസ്. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സർവീസ് നടത്തുന്ന ട്രെയിൻ സംഝോത എക്സ്പ്രസ്. ഇത് സർവീസ് നടത്തുന്നത് ഇന്ത്യയിലെ ഡൽഹിയിൽ നിന്ന് പാകിസ്ഥാനിലെ ലാഹോറിലേക്കാണ്. ഡൽഹിയെയും ലാഹോറിനെയുമാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ് മൈത്രി എക്സ്പ്രസ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തുന്നത് മൈത്രി എക്സ്പ്രസ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊൽക്കത്തയെയും ഢാക്കയെയുമാണ്. ഇന്ത്യയിലെ കൊൽക്കത്തയെയും ബംഗ്ലാദേശിലെ ഢാക്കയെയുമാണ് മൈത്രി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ പുതിയതായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ആണ് ബന്ധൻ എക്സ്പ്രസ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തുന്ന പുതിയ ട്രെയിൻ ആണ് ബന്ധൻ എക്സ്പ്രസ്. ത്രിപുരയിലേക്ക് ആദ്യമായി ആരംഭിച്ച ട്രെയിൻ ത്രിപുര സുന്ദരി എക്സ്പ്രസ്. ഡൽഹിയിൽ നിന്ന് ത്രിപുരയിലേക്ക് ആദ്യമായി ആരംഭിച്ച ട്രെയിൻ ആണ് ത്രിപുര സുന്ദരി എക്സ്പ്രസ്. ഇത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഡൽഹിയെയും അഗർത്തലയുമാണ്. ഡൽഹി ടു അഗർത്തലയാണ് ത്രിപുര സുന്ദരി എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഡക്കാൻ ഒഡീസി. മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിൻ ഡക്കാൻ ഒഡീസി. ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിനാണ് ഫെയറി ക്യൂൻ. ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിൻ ഫെയറി ക്യൂൻ. ഇത് ന്യൂഡൽഹിയെയും അൻവാറിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ന്യൂഡൽഹിക്കും അൻവാറിനും ഇടയിലാണ് ഫെയറി ക്യൂൻ സർവീസ് നടത്തുന്നത്. അടുത്തത് ചരിത്രപരമായും വിദ്യാഭ്യാസപരമായും പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ആണ് ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. ചരിത്രപരമായും വിദ്യാഭ്യാസപരമായും പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിനാണ് സിംഹഗഡ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ സിംഹഗഡ് എക്സ്പ്രസ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ബോംബെ, പൂനെ. ബോംബെയെയും പൂനെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സിംഹഗഡ് എക്സ്പ്രസ്.
CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ട്രെയിൻ ആണ് ഷാൻ ഇ പഞ്ചാബ്. CCTV സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഷാൻ ഇ പഞ്ചാബ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈഫൈ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ട്രെയിൻ രാജധാനി എക്സ്പ്രസ് ആയിരുന്നു. ഒരിക്കൽ കൂടി മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിനാണ് ഫെയറി ക്യൂൻ. ന്യൂഡൽഹിക്കും അൻവാറിനും ഇടയിലാണിത് സർവീസ് നടത്തുന്നത്. ചരിത്രപരമായും വിദ്യാഭ്യാസപരവുമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിനാണ് സിംഹഗഡ് എക്സ്പ്രസ്. ഇത് ബോംബെയെയും പൂനെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. CCTV സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ആണ് ഷാൻ ഇ പഞ്ചാബ്. അടുത്തത് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി ടെർമിനൽസ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി ടെർമിനൽസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി ടെർമിനൽസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഛത്രപതി ശിവജി ടെർമിനൽസ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷനാണ് മാട്ടുംഗെ റെയിൽവേ സ്റ്റേഷൻ. ഇത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ മാട്ടുംഗെ റെയിൽവേ സ്റ്റേഷൻ. വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗാന്ധിനഗർ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് രാജസ്ഥാനിലാണ്. വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിനഗർ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ, ബാംഗ്ലൂർ. ബാംഗ്ലൂരിലെ ഹുബള്ളി റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം. ഒരിക്കൽ കൂടി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി ടെർമിനൽസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി ടെർമിനൽസ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷനാണ് മാട്ടുംഗെ റെയിൽവേ സ്റ്റേഷൻ, മുംബൈ. വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിനഗർ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ, രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ, ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷൻ. ഇന്ത്യയിൽ ISO സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ISO സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷനാണ് ഹബീബ്ഗഞ്ച്, ഭോപ്പാലിലാണ്. ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഡാർജിലിംഗിലെ ഖൂം റെയിൽവേ സ്റ്റേഷൻ. ഡാർജിലിംഗിലെ ഖൂം റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ റോയി. റിങ്കു സിൻഹ റോയി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ ശങ്കർ യാദവ്. സുരേഖ ശങ്കർ യാദവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്കോ പൈലറ്റ്, വനിതാ ലോക്കോ പൈലറ്റ്. ഒരിക്കൽ കൂടി ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷൻ. ഇന്ത്യയിലെ ISO സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷനാണ് ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ. ഇത് ഭോപ്പാലിലാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഡാർജിലിംഗിലെ ഖൂം റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ ശങ്കർ യാദവ്. അടുത്തത് റെയിൽവേ നിർമ്മാണ യൂണിറ്റുകളാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്. ഇത് പശ്ചിമ ബംഗാളിലാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ചിത്തരഞ്ജൻ ദാസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് എന്ന് പേര് നൽകിയത്.
അടുത്തത് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ്. ഇത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് എവിടെയാണ്? ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി തമിഴ്നാട്ടിലെ പേരമ്പൂരിലാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. റെയിൽ കോച്ച് ഫാക്ടറി ഇത് പഞ്ചാബിലെ കപൂർത്തലയിലാണ് റെയിൽ കോച്ച് ഫാക്ടറി. റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ യലഹങ്കയിലാണ് റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഡീസൽ മോഡേണൈസേഷൻ ഉള്ളത് പട്യാലയിലാണ്. ഒരിക്കൽ കൂടി, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി തമിഴ്നാട്ടിലെ പേരമ്പൂരിൽ. റെയിൽ കോച്ച് ഫാക്ടറി പഞ്ചാബിലെ കപൂർത്തലയിൽ സ്ഥിതി ചെയ്യുന്നു. റെയിൽ വീൽ ഫാക്ടറി ബാംഗ്ലൂരിലെ യലഹങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡീസൽ മോഡേണൈസേഷൻ സ്ഥിതി ചെയ്യുന്നത് പട്യാലയിൽ ആണ്. കൊങ്കൺ റെയിൽവേയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ ശില്പിയാണ് ഇ ശ്രീധരൻ. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ ആണ്. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഗോവ, കർണാടക. കൊങ്കൺ റെയിൽവേ പദ്ധതിയുമായി ബന്ധമുള്ള സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. കൊങ്കൺ റെയിൽവേ കടന്നു പോകാത്ത എന്നാൽ പദ്ധതിയുമായി ബന്ധമുള്ള സംസ്ഥാനമാണ് കേരളം. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെയാണ് കൊങ്കൺ റെയിൽവേ ഉള്ളത്. റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകയിലെ മാംഗ്ലൂരിനെയുമാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകയിലെ മാംഗ്ലൂരിനെയുമാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ആണ്. മഹാരാഷ്ട്രയിലെ ബേലാപൂർ ആണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. കൊങ്കൺ റെയിൽവേയുടെ ശില്പി ഇ ശ്രീധരൻ. ദ മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ്. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക. കൊങ്കൺ റെയിൽവേ പദ്ധതിയുമായി ബന്ധമുള്ള സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകയിലെ മാംഗ്ലൂരിനെയുമാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ ബേലാപൂർ ആണ്. അടുത്ത പോയിന്റ്, കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26-നാണ്. പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26-ന് AB വാജ്പേയി ആണ്. കൊങ്കൺ റെയിൽവേയിലൂടെ ആദ്യ യാത്ര നടന്നത് 1998 ജനുവരി 26-നാണ്. എന്നാൽ കൊങ്കൺ റെയിൽവേയിലൂടെ ചരക്കു വണ്ടികൾ ഓടിത്തുടങ്ങിയത് 1997-ലാണ്. 1997 മുതലാണ് കൊങ്കൺ റെയിൽവേയിലൂടെ ചരക്കു വണ്ടികൾ ഓടിത്തുടങ്ങിയത്. ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടി കൊങ്കൺ റെയിൽവേ ഏർപ്പെടുത്തിയ സംവിധാനമാണ് റോ റോ ട്രെയിൻ. റോ means roll on
റോൾ ഓഫ്. റോ റോ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1999 ജനുവരി 26 മുതലാണ്. ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടി കൊങ്കൺ റെയിൽവേ ഏർപ്പെടുത്തിയ സംവിധാനമാണ് റോ റോ ട്രെയിൻ. റോൾ ഓൺ, റോൾ ഓഫ്. ഇത് സർവീസ് ആരംഭിച്ചത് 1999 ജനുവരി 26 മുതലാണ്. ഇനി കൊങ്കൺ റെയിൽവേയിലൂടെ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. കൊങ്കൺ റെയിൽവേയിലൂടെ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിൻ ഡെക്കാൻ ഒഡീസി. നമ്മൾ നേരത്തെ പറഞ്ഞു മഹാരാഷ്ട്രയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. ഒരിക്കൽ കൂടി, കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26 AB വാജ്പേയി ആണ്. ചരക്ക് വണ്ടികൾ ഓടിത്തുടങ്ങിയത് 1997 മുതലാണ്. ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടി കൊങ്കൺ റെയിൽവേ ഏർപ്പെടുത്തിയ സംവിധാനമാണ് റോ റോ ട്രെയിൻ. റോൾ ഓൺ, റോൾ ഓഫ്. ഇത് സർവീസ് ആരംഭിച്ചത് 1999 ജനുവരി 26 മുതലാണ്. കൊങ്കൺ റെയിൽവേയിലൂടെ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. അടുത്തത്, കൊങ്കൺ റെയിൽപാതയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കമാണ് കർബുദേ. ഇത് മഹാരാഷ്ട്രയിലാണ്. കൊങ്കൺ റെയിൽപാതയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം കർബുദേ. 6.5 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. കർബുദേ റെയിൽ തുരങ്കത്തിന്റെ നീളം 6.5 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽ തുരങ്കമാണ് കർബുദേ റെയിൽ തുരങ്കം. ഒന്നാമത്തേത് ജമ്മു കാശ്മീരിലെ പീർ പഞ്ചൽ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കമാണ് പീർ പഞ്ചൽ, ജമ്മു കാശ്മീരിലാണ്. രണ്ടാമത്തേതാണ് കർബുദേ, മഹാരാഷ്ട്രയിലെ 6 കിലോമീറ്റർ ആണ് നീളം. ഇനി കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്നത് KRCL ആണ്. KRCL ആണ് കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് സ്ഥാപിതമായത് 1990 ജൂലൈ 19 KRCL നിലവിൽ വന്നത് 1990 ജൂലൈ 19. അടുത്തത്, മെട്രോ റെയിൽവേ. ഇന്ത്യയിലെ ആകെ മെട്രോ റെയിൽവേകളുടെ എണ്ണം 13 മെട്രോ റെയിൽവേകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ആദ്യത്തേത് കൊൽക്കത്ത മെട്രോ. കൊൽക്കത്ത മെട്രോ ആരംഭിച്ചത് 1984. എന്നാൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആണ് ബംഗളൂരു മെട്രോ. നമ്മ മെട്രോ എന്നറിയപ്പെടുന്നത് ബംഗളൂരു മെട്രോ ആണ്. ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആണ്. ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ ആണ് ഡൽഹി മെട്രോ. അതുപോലെ പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആണ് ഡൽഹി മെട്രോ. ഡൽഹി മെട്രോയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു E. ശ്രീധരൻ. ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ ആണ്. പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആണ് ഡൽഹി മെട്രോ. നമ്മ മെട്രോ എന്നറിയപ്പെടുന്നത് ബംഗളൂരു മെട്രോ ആണ്. സ്വന്തമായി FM റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ലക്നൗ മെട്രോ ആണ്. സ്വന്തമായി FM റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ലക്നൗ മെട്രോ. ഒരിക്കൽ കൂടി, ആകെ മെട്രോ റെയിൽവേകളുടെ എണ്ണം 13. ഇന്ത്യയിലെ ആദ്യത്തെയാണ് കൊൽക്കത്ത മെട്രോ. 1984 ഇത് നിലവിൽ വന്നത്. പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഡൽഹി മെട്രോ. ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹി മെട്രോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആണ് ബംഗളൂരു മെട്രോ. നമ്മ മെട്രോ എന്നറിയപ്പെടുന്നത് ബംഗളൂരു മെട്രോ ആണ്. FM റേഡിയോ സ്റ്റേഷൻ സ്വന്തമായി ആരംഭിച്ച ആദ്യത്തെ മെട്രോ ആണ് ലക്നൗ മെട്രോ. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ. ആകെ 13 മെട്രോകളാണ് ഇന്ത്യയിലുള്ളത്. ആദ്യത്തേത് കൊൽക്കത്ത മെട്രോ. അവസാനത്തേത് നാഗ്പൂർ മെട്രോ ആണ്. അതായത് 13ാമത്തെ മെട്രോ നാഗ്പൂർ മെട്രോ ആണ്. കൊച്ചി മെട്രോ 8ാമത്തെ മെട്രോ പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ. കേരളത്തിലെ ആദ്യത്തെ മെട്രോ കൊച്ചി മെട്രോ. ഇത് നിലവിൽ വന്നത് 2017 ജൂൺ 17 കൊച്ചി മെട്രോ നിലവിൽ വന്നത് 2017 ജൂൺ 17.
കോമെറ്റ് എന്നറിയപ്പെടുന്ന മെട്രോ ആണ് കൊച്ചി മെട്രോ. കോമെറ്റ് എന്നറിയപ്പെടുന്നത് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ഇ ശ്രീധരൻ. കൊച്ചി മെട്രോയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൊച്ചി മെട്രോ. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ സർക്കാർ കമ്പനി കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ച ഫ്രഞ്ച് കമ്പനിയാണ് അൽസ്റ്റോം. കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ച ഫ്രഞ്ച് കമ്പനി അൽസ്റ്റോം. ഒരിക്കൽ കൂടി, കൊച്ചി മെട്രോ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ പദ്ധതിയാണ്. ഇത് കേരളത്തിലെ ആദ്യത്തേതാണ്. 2017 ജൂൺ 17 കൊച്ചി മെട്രോ നിലവിൽ വന്നത്. കോമെറ്റ് എന്നറിയപ്പെടുന്നത് കൊച്ചി മെട്രോ ആണ്. ഇതിന്റെ മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ. കൊച്ചി മെട്രോയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ചത് ഫ്രഞ്ച് കമ്പനിയായ അൽസ്റ്റോം ആണ്. റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കുന്ന ചില പദ്ധതികളാണ്. ജനനി സേവ പദ്ധതി. റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് പാലും ഭക്ഷണവും നൽകുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ജനനി സേവ പദ്ധതി. റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് പാലും ഭക്ഷണവും നൽകുന്ന റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതി ജനനി സേവ പദ്ധതി. അടുത്തത് നിവാരൻ. റെയിൽവേ ജീവനക്കാരുടെ പ്രശ്ന പരിഹാരത്തിനായി റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഓൺലൈൻ സംരംഭമാണ് നിവാരൻ. റെയിൽവേ ജീവനക്കാരുടെ പ്രശ്ന പരിഹാരത്തിനായി റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഓൺലൈൻ സംരംഭം നിവാരൻ. പ്ലാൻ ബി. റെയിൽ പാളം മുറിച്ച് കടക്കുമ്പോൾ മരണം സംഭവിക്കുന്ന ആനകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്ലാൻ ബി. റെയിൽപാളം മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാവുന്ന ആനകളുടെ മരണം കുറയ്ക്കാനുള്ള പദ്ധതി പ്ലാൻ ബി. യാത്രി മിത്ര സേവാ പദ്ധതി. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽ ചെയർ സംവിധാനം ഒരുക്കുന്ന പദ്ധതിയാണ് യാത്രി മിത്ര സേവ. റെയിൽവേ സ്റ്റേഷനുകളിൽ ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും വീൽ ചെയർ സംവിധാനം ഒരുക്കുന്ന പദ്ധതിയാണ് യാത്രി മിത്ര സേവ. അടുത്തത് മേഘദൂത്. അന്തരീക്ഷ വായുവിനെ കുടിവെള്ളമാക്കി മാറ്റുന്ന റെയിൽവേയുടെ പദ്ധതിയാണ് മേഘദൂത്. മേഘദൂത് എന്താണ്? അന്തരീക്ഷ വായുവിനെ കുടിവെള്ളമാക്കി മാറ്റുന്ന ഇന്ത്യൻ റെയിൽവേയുടെ സംരംഭം മേഘദൂത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. കേരളത്തിൽ ആദ്യമായി ഒരു ട്രെയിൻ ഓടിയത് 1861 മാർച്ച് 12 1861 മാർച്ച് 12 കേരളത്തിൽ ആദ്യമായി ട്രെയിൻ സർവീസ് നടന്നത്. ഇന്ത്യയിൽ ആദ്യം 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താന വരെ. കേരളത്തിൽ ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ് ആദ്യത്തെ ട്രെയിൻ സർവീസ് നടന്നത്. കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ബേപ്പൂർ മുതൽ തിരൂര് വരെ. ഈ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ആയില്യം തിരുനാൾ. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ സർവീസ് നടക്കുന്നത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആണ് കൊല്ലം ചെങ്കോട്ട. കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ബേപ്പൂർ തിരൂർ. എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആണ് കൊല്ലം ചെങ്കോട്ട. തിരുവിതാംകൂറിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് നടന്നത് 1904 കൊല്ലം ചെങ്കോട്ട ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1904. കേരളത്തിൽ 2 റെയിൽവേ ഡിവിഷൻസ് ആണുള്ളത്, തിരുവനന്തപുരവും ഷൊർണൂരും. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ തിരുവനന്തപുരം, ഷൊർണൂർ. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ സർവീസ് നടന്നത് 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയില്യം തിരുനാളിന്റെ കാലത്തായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആണ് കൊല്ലം മുതൽ ചെങ്കോട്ട വരെ. അത് ആരംഭിച്ചത് 1904. കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷനുകളാണ് തിരുവനന്തപുരവും ഷൊർണൂരും. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷനാണ്
അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷനാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. കേരളത്തിലെ അവസാനത്തെ മീറ്റർ ഗേജ് പാതയാണ് കൊല്ലം ചെങ്കോട്ട. കേരളത്തിലെ അവസാനത്തെ മീറ്റർ ഗേജ് പാത കൊല്ലം ചെങ്കോട്ട. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യത്തെ മലയാളിയാണ് ജോൺ മത്തായി. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യത്തെ മലയാളി ജോൺ മത്തായി. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി പനമ്പള്ളി ഗോവിന്ദമേനോൻ. കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമാണ് 1988 കൊല്ലം അഷ്ടമുടിക്കായലിൽ നടന്ന പെരുമൺ ദുരന്തം. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമാണ് 1988 പെരുമൺ ദുരന്തം. പെരുമൺ ദുരന്തം നടന്ന കായൽ അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ. അപകടത്തിൽപ്പെട്ട ട്രെയിനാണ് ഐലൻഡ് എക്സ്പ്രസ്. അപകടത്തിൽപ്പെട്ടത് ഐലൻഡ് എക്സ്പ്രസ്. ഒരിക്കൽ കൂടി, കേരളത്തിൽ 2 റെയിൽവേ ഡിവിഷൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു, തിരുവനന്തപുരവും ഷൊർണൂരും. ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷനാണ് തിരുവനന്തപുരം. ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരാണ്. കേരളത്തിലെ അവസാനത്തെ മീറ്റർ ഗേജ് പാതയാണ് കൊല്ലം ചെങ്കോട്ട. മലയാളിയായ ആദ്യത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി ജോൺ മത്തായി. മലയാളിയായ രണ്ടാമത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമാണ് 1988 പെരുമൺ ദുരന്തം. അഷ്ടമുടിക്കായലിലാണ്. ഐലൻഡ് എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദിവസേനയുള്ള ട്രെയിനാണ് കേരള എക്സ്പ്രസ്. കേരള എക്സ്പ്രസ് തിരുവനന്തപുരത്തെയും ന്യൂഡൽഹിയെയും ബന്ധിപ്പിക്കുന്നു. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ദിവസേനയുള്ള ട്രെയിനാണ് കേരള എക്സ്പ്രസ്. 1977 ഇത് സർവീസ് ആരംഭിക്കുന്നത്. കേരളത്തിലെ തിരുവനന്തപുരത്തെയും ന്യൂഡൽഹിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത്, കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമുള്ള ട്രെയിൻ സർവീസ് തിരുവനന്തപുരം മുതൽ ഗുവാഹത്തി വരെ. തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ് ആണ്. കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമുള്ള ട്രെയിൻ സർവീസ് തിരുവനന്തപുരം മുതൽ ഗുവാഹത്തി വരെ. കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോൺ സദേൺ റെയിൽവേയുടെ കീഴിലാണ് കേരളം ഉൾപ്പെടുന്നത്. കേരളത്തിൽ നിലവിൽ വരുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി. സിൽവർ ലൈൻ പദ്ധതി ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെയും കാസർഗോഡിനെയുമാണ്. കേരളത്തിൽ നിലവിൽ വരുന്ന അതിവേഗ റെയിൽവേ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി. കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്നത് 2001 കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പുഴയിലാണ്. മദ്രാസ് മെയിലാണ് അപകടത്തിൽപ്പെട്ടത്. കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന വർഷം 2001. റെയിൽവേ സോണുകൾ. ഇന്ത്യയിൽ ആകെ 18 റെയിൽവേ സോണുകളാണ് ഉള്ളത്. കേരളം ഉൾപ്പെടുന്നത് സദേൺ റെയിൽവേയുടെ കീഴിലാണ്. റെയിൽവേ സോണുകളും ആസ്ഥാനവും നമുക്ക് പഠിക്കാം. സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. നോർത്തേൺ റെയിൽവേ ആസ്ഥാനം ന്യൂഡൽഹി. ഈസ്റ്റേൺ റെയിൽവേ ആസ്ഥാനം കൊൽക്കത്ത. വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ചർച്ച് ആണ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂർ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂർ. സൗത്ത് വെസ്റ്റേൺ ആസ്ഥാനം ഹൂബ്ലി. കർണാടകയിലെ ഹൂബ്ലിയാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ദരാബാദ്. സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം സെക്കന്ദരാബാദ്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം ബീഹാറിലെ ഹാജിപൂർ ആണ്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ബീഹാറിലെ ഹാജിപൂർ. ഒരിക്കൽ കൂടി പറയാം.
സദേൺ റെയിൽവേ ആസ്ഥാനം ചെന്നൈ, നോർത്തേൺ റെയിൽവേ ആസ്ഥാനം ന്യൂഡൽഹി, ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത, വെസ്റ്റേൺ റെയിൽവേ മുംബൈ ചർച്ച് ഗേറ്റ്, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂർ ഉത്തർപ്രദേശ്, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത, നോർത്ത് വെസ്റ്റേൺ ജയ്പൂർ രാജസ്ഥാനിലെ ജയ്പൂർ, സൗത്ത് വെസ്റ്റേൺ ഹൂബ്ലി കർണാടകയിലെ ഹൂബ്ലിയാണ്, സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ദരാബാദ്, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം ബീഹാറിലെ ഹാജിപ്പൂർ, നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ അഹമ്മദാബാദ്, നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം അഹമ്മദാബാദ് ഉത്തർപ്രദേശ്, വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മധ്യപ്രദേശിലെ ജബൽപൂരാണ്, മധ്യപ്രദേശിലെ ജബൽപൂരാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ, ഒഡീഷയിലെ ഭുവനേശ്വറാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തി, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തി, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ആണ്, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ, സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം, സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം, സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ CST, സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനമാണ് മുംബൈ CST. ഒരിക്കൽ കൂടി, നോർത്ത് സെൻട്രൽ ആസ്ഥാനം അഹമ്മദാബാദ് ഉത്തർപ്രദേശ്, വെസ്റ്റ് സെൻട്രൽ ആസ്ഥാനം ജബൽപൂർ മധ്യപ്രദേശ്, ഈസ്റ്റ് കോസ്റ്റ് ഭുവനേശ്വർ ഒഡീഷ, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തി, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ, സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം, സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ CST. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണാണ് സദേൺ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോൺ സദേൺ റെയിൽവേ. സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. കേരളം ഉൾപ്പെടുന്നത് സദേൺ റെയിൽവേയുടെ കീഴിലാണ്. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. ഇന്ത്യയിൽ അവസാനം നിലവിൽ വന്ന റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ഇതിന്റെ ആസ്ഥാനം വിശാഖപട്ടണത്താണ്. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോണാണ് നോർത്ത് റെയിൽവേ സോൺ. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോൺ നോർത്ത് റെയിൽവേ സോൺ. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ 17ാമത്തെ റെയിൽവേ സോണാണ് കൊൽക്കത്ത മെട്രോ. ഇന്ത്യയിലെ 17ാമത്തെ റെയിൽവേ സോണാണ് കൊൽക്കത്ത മെട്രോ. കവിഗുരു എക്സ്പ്രസ് ആരുടെ പേരിലുള്ള ട്രെയിനാണ്? ആരുടെ പേരിലുള്ള തീവണ്ടിയാണ് കവിഗുരു എക്സ്പ്രസ്? ടാഗോറിന്റെ പേരിലുള്ള തീവണ്ടിയാണ് കവിഗുരു എക്സ്പ്രസ്. ഇന്ത്യൻ ട്രെയിനുകളിൽ STD IST സംവിധാനം ഏർപ്പെടുത്തിയത് 1996 മുതലാണ്. 1996 മുതലാണ് ഇന്ത്യയിൽ ട്രെയിനുകളിൽ STD IST സംവിധാനം ഏർപ്പെടുത്തിയത്. റെയിൽ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത് 1999ലാണ്. 1999ലാണ് റെയിൽ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത്. ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് റെയിൽ നീർ. റെയിൽ നീർ എന്നത് ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ മലയാളിയാണ് ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി. ഛത്രപതി ശിവജി ടെർമിനൽസിന്റെ പഴയ പേരാണ് വിക്ടോറിയ ടെർമിനൽസ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി ടെർമിനൽസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി ടെർമിനൽസ്. ഇതിന്റെ പഴയ പേരാണ് വിക്ടോറിയ ടെർമിനൽസ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഇത് നേരത്തെ പറയാൻ വിട്ടുപോയ പോയിന്റാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. കൊച്ചി മെട്രോ പദ്ധതിയുടെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ ആണ് ഏലിയാസ് ജോർജ്. കൊച്ചി മെട്രോ പദ്ധതിയുടെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ ഏലിയാസ് ജോർജ്.
കവിഗുരു എക്സ്പ്രസ് ടാഗോറിന്റെ പേരിലുള്ളതാണ്. STD/IST ഇന്ത്യയിൽ ട്രെയിനുകളിൽ ഏർപ്പെടുത്തിയത് 1996 മുതലാണ്. റെയിൽ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത് 1999 മുതൽ. റെയിൽവേ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് റെയിൽ നീർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി. ഛത്രപതി ശിവജി ടെർമിനൽസിന്റെ പഴയ പേരാണ് വിക്ടോറിയ ടെർമിനൽസ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. കൊച്ചി മെട്രോ പദ്ധതിയുടെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറാണ് ഏലിയാസ് ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിൻ ഇടനാഴിയാണ് രാമേശ്വരം മുതൽ മനമധുരൈ വരെയുള്ളത്. രാമേശ്വരം ടു മനമധുരൈ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിൻ ഇടനാഴി. ഇന്ത്യയിലെ ഒരേ ഒരു റാക്ക് റെയിൽവേ ആണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യ ടോയ് ട്രെയിൻ ആരംഭിച്ചത് ഡാർജിലിംഗിലാണ്. ഡാർജിലിംഗിലാണ് ഇന്ത്യയിലെ ആദ്യ ടോയ് ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല സ്ഥാപിതമായത് ഗുജറാത്തിലെ വഡോദരയിലാണ്. ഗുജറാത്തിലെ വഡോദരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിൽ വനിതാ കമ്പാർട്ട്മെന്റുകളുടെ നിറം പിങ്ക് ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിൽ വനിതാ കമ്പാർട്ട്മെന്റുകളുടെ നിറം പിങ്ക്. ഇന്ത്യൻ ട്രെയിനുകളുടെ സാധാരണ നിറം നീലയാണ്. എന്നാൽ രാജധാനി എക്സ്പ്രസിന്റെ നിറം ചുവപ്പ്. ശതാബ്ദി എക്സ്പ്രസിന്റെ നിറം നീലയും മഞ്ഞയും. രാജധാനി എക്സ്പ്രസിന്റെ നിറം ചുവപ്പാണ്. ശതാബ്ദി എക്സ്പ്രസിന്റെ നീലയും മഞ്ഞയുമാണ്. സാധാരണ ട്രെയിനുകളുടെ നിറം നീലയാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം. തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പാറശാലയാണ്. കേരളത്തിൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനുള്ള ജില്ലയാണ് പത്തനംതിട്ട. തിരുവല്ലയാണ് റെയിൽവേ സ്റ്റേഷൻ. ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനുള്ള ജില്ലയാണ് പത്തനംതിട്ട. റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലാത്ത 2 ജില്ലകളാണ് ഇടുക്കിയും വയനാടും. ഇടുക്കിയും വയനാടുമാണ് കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലാത്ത ജില്ലകൾ. ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിൻ ഇടനാഴി രാമേശ്വരം ടു മനമധുരൈ. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ ആണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യ ടോയ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഡാർജിലിംഗിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല സ്ഥാപിതമായത് ഗുജറാത്തിലെ വഡോദരയിൽ. ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിൽ വനിതാ കമ്പാർട്ട്മെന്റുകളുടെ നിറം പിങ്ക്. ഇന്ത്യൻ ട്രെയിനുകളുടെ സാധാരണ ട്രെയിനുകളുടെ നിറം നീലയാണ്. ശതാബ്ദി എക്സ്പ്രസിന്റെ നീലയും മഞ്ഞയും ഉണ്ട്. രാജധാനി എക്സ്പ്രസിന്റെ നിറം ചുവപ്പാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ പാറശാലയാണ്. ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറെ പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വിട്ടുപോയ പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തി ഇനിയൊരു മോക്ക് ടെസ്റ്റിന്റെ വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക.